ഞാൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് വീഡിയോ എടുക്കുമ്പം അന്നേരം മനസ്സിലാക്കിക്കോണം എവിടെയെങ്കിലും യാത്ര പോകാനാണ്. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. യാത്രയെന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഒരു മാരേജ് ഫംഗ്ഷൻ. പിന്നെ ഇന്ന് ഇത്രയും നേരം ഈ ഷോ കാണിക്കാൻ കാര്യം പുതിയ കുർത്തി ദുപ്പട്ട സെറ്റ് കേട്ടോ. ലിബാസ് ഇന്ന് ഓൺലൈൻ വാങ്ങിച്ച ഡിസ്കൗണ്ടിൽ നല്ല വിലക്കുറവിൽ കിട്ടി. അപ്പോൾ ആ ഷോ കഴിഞ്ഞ് നമ്മൾ യാത്രയ്ക്കായിട്ട് ഇറങ്ങി. നമ്മുടെ യാത്ര കുട്ടനാട്ടിലേക്കാണ്. അവിടെ ചങ്ങങ്കരിയിലേക്കാണ് പോകുന്നത്. ചങ്ങങ്കരി എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, തായങ്കരി പോകണം. അവിടെ കുറേ കരികളുണ്ടല്ലോ, ആലപ്പുഴയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. കല്യാണം മറ്റന്നാളും ഈ തലേന്ന് നടത്താറുള്ള ഫംഗ്ഷൻ ഒരു ദിവസം കൂടെ മുമ്പാണ് വെച്ചേക്കുന്നത്. ഇന്ന് കുട്ടികൾക്ക് അവധിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ പോകാൻ പറ്റും. ഇത്രയും പറഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് നമ്മൾ ചേർത്തലയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായി കുട്ടനാട്ടിലേക്ക് വന്നിട്ട്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ കേട്ടോ. അപ്പോൾ എനിക്ക് മാമനെയും മാമിയും ഒക്കെ കാണേണ്ടതുണ്ട്. നമ്മളിവിടെ ചേർത്തലയിൽ ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി. ഞാൻ ഒറ്റയ്ക്ക് വന്നാണ് കടയിൽ കയറിയത്. പെട്ടെന്ന് കാർ ചെന്ന് നോക്കുമ്പോൾ അച്ഛനും മക്കളും ഇല്ല. അവർ വേണ്ട ഇവിടെ തൊട്ടടുത്തൊരു ചായക്കടയിൽ കയറിയിരുന്ന് എന്തോ കഴിക്കുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വിശപ്പാണല്ലോ മെയിൻ, അതായിരിക്കും. നമ്മുടെ യാത്ര ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ കേട്ടോ. ഈ ഒരു കായലും ഹൗസ് ബോട്ടും ഒക്കെ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ആലപ്പുഴയാണെന്ന് മനസ്സിലാകും. എൻ്റെ ഈ കുട്ടനാട് ബന്ധം എന്ന് പറയുന്നത് എൻ്റെ അമ്മ വീടും പപ്പയുടെ വീടും കുട്ടനാടാണ്. പക്ഷേ അമ്മ വീട്ടിൽ പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ കയറി പോകണം. അതായത് നമ്മൾ എടത്വായിൽ വന്നിരുന്നൊരു കാത്തിരിപ്പുണ്ട് ബോട്ടിനായിട്ട്. എന്നിട്ട് ഈ ബോട്ടിൽ കയറുമ്പം ഇതിൻ്റെ എഞ്ചിൻ നടുക്കായിട്ടാണ് വരുന്നത്. ഭയങ്കര ശബ്ദമാണ്. നമ്മൾ വർത്താനം നോർമൽ രീതിയിൽ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഈ ബോട്ടിലാണെങ്കിൽ അമ്മയുടെ പരിചയക്കാർ കുറേ പേര് കാണും. അപ്പോൾ ഒച്ചത്തിൽ ഇതെൻ്റെ മോളാ, എൻ്റെ മോനാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എവിടാണ് എന്താണെന്നൊക്കെ കഥ പറയണ്ടേ. അയ്യോ എന്തൊരു ബഹളമെന്നറിയാം ബോട്ടിനകത്ത്. ഇപ്പം എൻ്റെ ഒരു മാമൻ്റെ വീട്ടൊഴികെ ബാക്കി എല്ലായിടത്തും കാറ് കയറുന്ന രീതിയിൽ റോഡായിട്ടുണ്ട്. പണ്ടൊരു വരമ്പ് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ വീതിയുള്ള റോഡ്. അത് ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ ടിപ്പറിൽ കൊണ്ടുവന്ന് ഗ്രാവൽ ഇറക്കുന്നു, പോകുന്നു, വീണ്ടും ഗ്രാവൽ ഇറക്കുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ പുതിയ പുതിയ റോഡുകൾ വരുന്നത്. ഇതിപ്പോൾ മാമൻ്റെ വീടിൻ്റെ പുറവശമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ മാമി എന്നെ കൊണ്ടുവന്ന് കൃഷിയൊക്കെ കാണിച്ചു തരുമായിരുന്നു. കുറേ തക്കാളി പിടിച്ച് കിടക്കുന്നു. ഈ പൊന്നു വിളയുന്ന മണ്ണെന്നൊക്കെ പറയത്തില്ലേ, അതാണ് കുട്ടനാട്ടിലെ മണ്ണ് കേട്ടോ. ഇവിടെ വന്നപ്പം മാങ്ങ, പണ്ട് ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. പണ്ടല്ല, ഞാൻ ലാസ്റ്റ് ഇവിടെ വരുമ്പോൾ ഒരു 3 വർഷത്തിന് മുമ്പ്. പക്ഷേ ഇപ്പം വീടിൻ്റെ വാതുക്കെ കൂടെ റോഡ് വന്നപ്പം കുറേ മാവും പ്ലാവും ഒക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിതേ കല്യാണ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇത് ഒരു തൂക്കുപാലത്തിൽ കൂടെ കടന്ന് വേണം പോകാനായിട്ട്. എളുപ്പ വഴി നോക്കിയതുകൊണ്ടാണ് ഇതിൽ കയറേണ്ടി വന്നത്. ഇല്ല, അയ്യോ ഇതെല്ലാം പോയി കിടക്കണം. ഇവിടെ എല്ലാം പൊളിഞ്ഞിരിക്കുക. ഞാൻ ആ പാലത്തിൽ കൂടെ കയറി ഇറങ്ങിയപ്പോൾ ശരിക്കും പേടിച്ചു കേട്ടോ. അതിന് ചെറിയൊരു കുലുക്കം പോലൊക്കെ തോന്നി. ഭയങ്കര പൊക്കത്തിലാണ് ഈ പാലം. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതേ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ ചോറാണ് എടുത്ത കേട്ടോ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ചോറ് കണ്ടപ്പം എന്തോ ഒരു കൊതി. കുട്ടനാട്ടിലെ അല്ലേ, പക്ഷേ ആ ടേസ്റ്റ് അല്ല കേട്ടോ ഇപ്പോൾ. ഇതിപ്പോൾ കാറ്ററിങ്ങിൻ്റെ അല്ലേ. ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ടല്ല എടുത്തത്, ഒരു റീൽസ് ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയാണ്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ വിചാരിച്ചു ഇത് യൂട്യൂബിൽ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യാമെന്ന്. ഇതിപ്പം ഇവിടെ DJ നടക്കുന്നുണ്ട്. ആൾ ചോദിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് തല ഒലിക്കുക, എന്താ അടുത്ത നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, കാരണം നമുക്ക് തിരിച്ചിങ്ങി വരണ്ടേ. അപ്പോൾ ഭയങ്കര തകർപ്പൻ പരിപാടിയായിരുന്നു. ഇത് പാർക്കുട്ടി കേട്ടോ. അപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണപ്പെണ്ണിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇതാണ് കല്യാണപ്പെണ്ണും അച്ഛനും അമ്മയും ബ്രദറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.